എങ്ങനെയുണ്ട് ഉപ്പേരി? ടേസ്റ്റി ആണോ? പക്ഷെ ആദ്യം എന്താ പിന്നെ ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞത്? എന്നാ ഒന്ന് കഴിച്ചേ നോക്കട്ടെ. ഉപ്പേരി കഴിക്കി. എന്തുപ്പേരി എത്തോ? ഇടിച്ചക്ക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ടുണ്ട്. ഇടിച്ചക്കയുടെ തോരനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ചക്ക കായ്ച്ചു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാകുന്ന കുറച്ച് ചക്കയൊക്കെ തോരൻ വയ്ക്കാൻ നമ്മൾ മെല്ലെ അങ്ങ് എടുക്കും. അപ്പോൾ ഇത് അങ്ങനെ എടുത്താണ് കേട്ടോ. ഇത് ഇതിനെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കത്തിയിൽ അതിൻ്റെ വിളഞ്ഞൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് മുറിക്കുന്നത്. മുറിച്ച് തുടങ്ങിയപ്പോഴാണ് അടിയിലൊരു കവറ് വെക്കാമെന്ന് തോന്നിയത് കേട്ടോ. കാരണം അതിൻ്റെ കറയൊക്കെ എൻ്റെ സ്ലാബിൻ്റെ മുകളിലാവും. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മെല്ലെ നമുക്കൊരു കവറെടുത്ത് അടിയിലേക്ക് വെച്ചിട്ട് അതിൽ വെച്ച് മുറിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി ഇപ്പോൾ എടുത്ത് തോരൻ വെക്കാം. എന്നിട്ട് ബാക്കി പകുതി നമുക്ക് മസാലക്കറി ഉണ്ടാക്കാം. അതാണിപ്പോൾ എൻ്റെ പ്ലാന്. അപ്പോൾ ഇതിപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നടുക്കുള്ള ഭാഗവും അതിൻ്റെ ആ തോൽവശവും കൂടെ ഞാൻ ചെത്തിക്കളയാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. എന്നിട്ടിത് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിത് ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ അളിപിളിയായി പോവും. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുക്കാവണ്ട. അപ്പോൾ പെട്ടെന്ന് വിസിൽ കളഞ്ഞെടുക്കണം. അപ്പോൾ കുക്കർ വിസിലടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും 3 ചെറിയുള്ളിയും 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം കൂടുതലായി കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കുമേ. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ചതച്ചെടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ചതച്ച നാളികേരം. എൻ്റെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. വെള്ളമൊഴിച്ച് ഞാൻ അതിൻ്റെ ചൂട് കളഞ്ഞു. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മളടുത്ത് ഇടികല്ലുണ്ടെങ്കിൽ ആ കല്ലുകൊണ്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഞാനിതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതാണ് ഈസി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഇതിൽ കഷ്ണങ്ങളിൽ വെള്ളം ഇല്ല, കുറവാണ്. അപ്പോൾ ആ വെള്ളം അതിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇത് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ചതഞ്ഞു പോകും. അതുകൊണ്ട് അത്രയൊന്നും വേണ്ട. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉഴുന്നൊന്ന് കളർ മാറ്റി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മളെ നാളികേരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ നമ്മുടെ ആ തോരനിലേക്ക് വരുള്ളൂ. അപ്പോൾ അതാ ഞാൻ നാളികേരം ചതച്ച് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നാളികേരത്തിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇടിച്ചക്ക ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരത്തിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ചതച്ച് വെച്ച ഇടിച്ചക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇതുപോലെയാണ് എൻ്റെ ഇടിച്ചക്ക ഉള്ളത്.
നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് ഉടച്ചിട്ടില്ല കേട്ടോ. ഒരു പാകത്തിന് ഉടച്ചെടുത്താൽ മതിയേ. വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് ചെറുതാക്കി എടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ കിട്ടും. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആക്കി നല്ലപോലെ ഉലർത്തിയെടുക്കണത്. അപ്പോൾ അതാ ഇടിച്ചക്കയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരന്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, കറിയുടെ ആവശ്യം പോലും ഇല്ല. ഇടിച്ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കൂ. ഹിത്തുവിൻ്റെ നല്ലൊരു അടിപൊളി അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതിൽ ചാടി കയറിയിരുന്ന് കഴിച്ചു നോക്കിയ അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ അവൻ്റെ അഭിപ്രായം ഒന്ന് എല്ലാവരും കേട്ട് നോക്കണേ. എല്ലല്ല കറിവേപ്പില. കഴിക്കേ. ഹൗസ് ഇറ്റ്? ഇത്തോ ഒരു സൂപ്പർ കാണിക്കത്തോ. എങ്ങനെയുണ്ട് ഇത്തുപ്പേരി? ടേസ്റ്റി ആണോ? പക്ഷെ ആദ്യം എന്താ പിന്നെ ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞത്? എന്നാ ഒന്ന് കഴിച്ചേ നോക്കട്ടെ. ഉപ്പേരി കഴിക്കി. എന്ത് പേര്? ഇടിച്ചക്ക.